നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പ്രിയദർശിനി നഗറിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെള്ളക്കെട്ടും കാടും. മഴക്കാലത്ത് മഹാരാജ കോളേജ് പരിസരത്തുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളം റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതുമൂലം ബുദ്ധിമുട്ടുന്നത് കാൽനടയാത്രക്കാരും ബൈക്ക് യാത്രക്കാരുമാണ്. കാട് പിടിച്ചു കിടക്കുന്ന പരിസരത്ത് ഇഴജന്തുക്കൾ ജീവിക്കാനുള്ള സാഹചര്യവുമുണ്ട്. കൊട്ടാരക്കര നഗരസഭ അധികൃതർ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ കൊട്ടാരക്കര പ്രിയദർശിനി വഴിയിൽ കാട് മൂടിക്കിടക്കുന്നതിനാൽ പാമ്പും മറ്റ് മൃഗങ്ങളെല്ലാം കൂടി നടക്കുന്നതിനാൽ വഴിയാത്രക്കാർക്ക് നടക്കുവാൻ പറ്റുന്നില്ല. മഴ പെയ്ത അതിനെക്കാട്ടും ദുർഘടമായ വഴിയാണിത്. ഇത് കാടുകളൊന്നും മാറ്റാതെ ഇട്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയും ഒന്നും ഇതുവരെയൊന്നും നോക്കിയിട്ടില്ല. തൊഴിലുറപ്പുകാർ പല ഘട്ടങ്ങളിൽ വരുന്നു പോകുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. കുറേ വർഷം കൊണ്ട് ഈ പ്രശ്നങ്ങളാണ് ഇവിടെ. കൊച്ചു കുട്ടികൾ മുതൽ അങ്ങോട്ടുള്ള സ്കൂൾ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഏത് സമയത്തും വെള്ളം കയറും. ഒരു ചെറിയ മഴ പെയ്താൽ മതി, മേളിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തം അവിടെ പോയിട്ട് അവിടെ നിറഞ്ഞ ആ കൊച്ചു കൈത്തോടാണ്. ഒരു കൊച്ചു കൈത്തോടുണ്ട്. ആ കൈത്തോട് നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ കണ്ടത്തിൽ നിന്ന് വീടുകളിൽ നിന്നും വരുന്ന വെള്ളമൊക്കെ ആ ഭാഗത്തോട്ട് ഇറങ്ങുന്നുണ്ട്. മറ്റേ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ഏത് സമയത്തും പ്രശ്നങ്ങളാണ്. വേസ്റ്റ് കൊണ്ടുവന്നിടുക, അങ്ങനെയുള്ള ഭയങ്കര ശല്യങ്ങളുള്ള ഇത് മൊത്തം കുട്ടികൾക്ക് പോകാനൊക്കത്തില്ല. നായി പട്ടികളുടെ ശല്യമാണെങ്കിൽ അതിനെക്കാട്ടിലുവാ. ഈ റോഡ് മൊത്തം ഒരു 4 മണി കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് മൊത്തം പട്ടികളാണ്. വെളുപ്പിനും പട്ടികളാണ്. ആളുകൾക്ക് നടന്നു പോകാനൊക്കത്തില്ല. ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. പലരോടും പറഞ്ഞിട്ടുള്ളതാണ്. പല കോൺട്രാക്ടറുകളും വന്നിട്ടും ഇതുപോലെ വൃത്തിയായിട്ട് ചെയ്യുന്നില്ല. 2 പ്രാവശ്യം കോൺക്രീറ്റ് ചെയ്തത് ആ ഭാഗം, ആ വെള്ളക്കെട്ട് വന്നെടുത്ത്, എന്നിട്ടും അത് ശരിയായിട്ടില്ല ഇതുവരെ.